ഈ കിടക്കുന്നത് ആരാണെന്ന് നിങ്ങളോട് ആരോടും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എന്നാലും ഞാനൊന്നുകൂടി പറയാണ്, ജസ്ന സലീം. ഈ കിടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കൊയിലാണ്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ വെച്ച് അവിടുത്തെ ഒരു നേഴ്സ് ഇഞ്ചക്ഷൻ മാറിക്കുത്തിയതിന് ശേഷം അവളുടെ കാല് ബൾജായാലും കൂടി വീങ്ങി ഒരു എന്താ പറയുക, മന്ത് പിടിച്ച ആൾക്കാരുടെ കാല് പോലെയെല്ലാം കൂടി. അങ്ങനെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടുത്തെ അവർ പറഞ്ഞതെന്താ വെച്ചാൽ മരിച്ചു പോകുന്നവരെ സാധ്യത ഉണ്ടെന്നാണ്. നിങ്ങൾ കിടത്തുന്നതല്ലോ മരണത്തോട് മല്ലടിച്ച് കിടക്കുക. അത്രയും എന്താ പറയുക, ഒരു സ്ഥലത്തേക്ക് നടക്കുമ്പോഴേക്ക് കാല് വീങ്ങി വരിക. ആ ഒരു എന്താ കൊയിലാണ്ടി ടോളിൻ്റെ അടുത്തുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ നേഴ്സ്, ആ ഒരു നേഴ്സ് കാരണം ഇവളെ ഈ അനുഭവിക്കുന്ന വേദനയും കാര്യങ്ങളും ഇതിൻ്റെ പേരിൽ സ്റ്റേഷനിൽ, അതായത് കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് അവിടെയുള്ള അവർ വരെ ഈ പോളി ക്ലിനിക്കിലുള്ള സ്ഥാപനത്തിനോട് മാത്രം കൂറും കാര്യങ്ങളും കാണിക്കാൻ നമുക്കൊരു വേണ്ട നടപടിയോ നീതിയും കാര്യങ്ങളൊന്നും തരുന്നില്ല. അന്ന് അവിടെ പോയപ്പോൾ അവർക്ക് സപ്പോർട്ട് ചെയ്ത് പറയുന്നത് ഈ ഒരു ഗതി ഇനി വേറൊരാൾക്ക് വരാൻ പാടില്ല. ആ ഒരു നേഴ്സ് കാരണം ഇവൾ ഈ കിടന്ന് അനുഭവിക്കുന്ന വേദന എന്ന് പറഞ്ഞാൽ കണ്ടാലേ മനസ്സിലാവുള്ളൂ. ഒരു 2-3 സ്റ്റെപ്പ് നടന്ന് പോകുമ്പോഴേക്ക് ഇവർക്ക് ഈ ഒരു വേദന വന്നു കഴിഞ്ഞാൽ പിന്നെ നടക്കാനാവില്ല, കാല് വീങ്ങി വരിക ചെയ്യുക. ഇതിന് അന്ന് അവിടെ പോയിട്ട് പരാതി കൊടുത്തതിന് ശേഷം അവിടുത്തെ സാറ് ഇവൾക്ക്, അതായത് ഇവൾക്ക് ഹോസ്പിറ്റലിൽ ചിലവാകുന്ന, അതായത് ട്രീറ്റ്മെൻറ്റിന് ചിലവാകുന്ന എല്ലാവിധ ചിലവും കാര്യങ്ങളും സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, കൊയിലാണ്ടിയിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ അവർ ചിലവഴിക്കണം എന്നാണ് പറഞ്ഞത്. അതിനുശേഷം അഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് അവിടുന്ന് വിട്ടതും. അതിനുശേഷം അവരൊരു എൻക്വയറി നടത്താനോ അല്ലെങ്കിൽ എങ്ങനെയുണ്ടെന്ന് അന്വേഷിക്കാനോ ഒരു കാര്യത്തിനും വന്നിട്ടില്ല. അതിനു വേണ്ടിയിട്ടൊരു നടപടിയോ അല്ല എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഇപ്പോഴും ആ വേദന ഉണ്ടോ എന്ന് പോലും അന്വേഷിച്ചിട്ടില്ല. ഇതിന് മുമ്പേ ആ ഒരു ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ അതിൻ്റെ റിവ്യൂ കേട്ടാൽ പല പല പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട് അവിടെ. അപ്പോൾ ഇതാണ് അന്ന് അവിടെ നിന്ന് കാല് ഇഞ്ചക്ഷൻ ചെയ്തതിന് ശേഷമുള്ള ആ ഒരു അവസ്ഥ. നിങ്ങൾ തന്നെ കണ്ടാൽ അറിയാം ആ ഒരു കാലിൻ്റെ വീക്കവും കാര്യങ്ങളൊക്കെ. അപ്പം അത്രത്തോളം ആ ഒരു നേഴ്സിനോട് ചെയ്യരുത് ഇതാക്കരുത് എന്നൊക്കെ പറഞ്ഞ് ആ ഒരു കാര്യം ചെയ്ത് കാലിങ്ങനെ ആക്കി വെച്ച് ആ നേഴ്സിനോടൊക്കെ എന്തെന്നാ പറയേണ്ടത്. ഞാനിപ്പോൾ ഈ വീഡിയോ വന്ന് നിങ്ങൾക്ക് കാല് കാണിച്ചു തരാനോ അല്ലെങ്കിൽ ഈ കാലിങ്ങനെ കണ്ടിട്ട് സന്തോഷിക്കാനോ സങ്കടപ്പെടാനോ ഒന്നുമല്ല. നാളെ ഈ ഒരു കാരണം കൊണ്ട് അല്ലെങ്കിൽ ഇവൾ മരണപ്പെട്ടു പോയാൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്വം കൊയിലാണ്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി പോളി ക്ലിനിക്, അതായത് കൊയിലാണ്ടി ടോളിനടുത്തുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ ജീവനക്കാരും അവിടുത്തെ ഓണറും. കാരണം അവർ കാരണം തന്നെ കാലിലെ കോലനിലകൾ നോക്കും, ഒരു തരം മന്ത പിടിച്ച ആളെ പോലെ ആയിപ്പോയി കാലെല്ലാം കൂടി. ഈ ഒരു ഗതി ഇനി ഒരാൾക്കും പോരാത്തതിന് അത് ചോദിക്കാൻ പോയ എന്നാ ഒരു ഉളുപ്പ് പോലും ഇല്ലാണ്ട് അവിടുത്തെ ആ നേഴ്സ് വകവെച്ചിക്കില്ല. എന്നിട്ട് അവർ പോയി കൊടുത്ത് ഞാൻ പോയി താക്കി എന്നുള്ള രീതിയിലൊക്കെ അവർ പോയി കൊടുത്തിട്ട് പോലീസുകാർ വരെ അവർക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുക. ഇതെന്തെങ്കിലും ബൈ ചാൻസ് ഇതിലെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവരെന്തായിരിക്കും ഇനി ചെയ്യുക? അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്ഥാപനം നമുക്കിനി വേണ്ട എന്ന് തന്നെ വെക്കണം. ഇങ്ങനത്തെ ഒരു സ്ഥാപനം വേണ്ടല്ലോ. അപ്പോൾ ഈ വീഡിയോസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് രേഖപ്പെടുത്താം. എന്താ പറയുക, അപ്പോൾ കമൻറ്റ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഓക്കെ, താങ്ക് യു.